ഞാനിത് എൻ്റെ ഗീതാ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ തൽക്കാലം ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ കാണുന്നത് ബന്ധുക്കളും ഗുരുക്കന്മാരും സുഹൃത്തുക്കളൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ഈ നമ്മുടെ ലൈഫിൽ ഈ റോൾ പ്ലേ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. റോൾ പ്ലേ ഇപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഒരു റോൾ ഒരു ഹോസ്റ്റിന്റെ റോളാണ് അല്ലേ? കറക്റ്റ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും മകളായിരിക്കാം, നിങ്ങൾ ആരുടെയെങ്കിലും ഭാര്യയായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ അമ്മയായിരിക്കാം. ഞാൻ ഇങ്ങനെ വെറുതെ പറയണം. നിങ്ങൾ സുഹൃത്തായിരിക്കാം, നിങ്ങൾ അയൽവാസിയായിരിക്കും. ഇങ്ങനെ ഒരുപാട് റോളുകളുള്ള ഒരാളാണ് നിങ്ങളും ഞാനും ഒക്കെ അല്ലെ? ശരിയല്ലേ? നമ്മളെല്ലാവരും ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷന് യോജിക്കുന്ന റോള് കൃത്യമായിട്ട് പ്ലേ ചെയ്യാൻ നമ്മൾ സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ അർജുനന്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ സിറ്റുവേഷനിൽ അവരെന്റെ ശത്രുവാണെന്നും ഇപ്പൊ ഞാൻ പ്ലേ ചെയ്യേണ്ട റോള് ശത്രുവിന്റെ ആണെന്നുള്ളൊരു ബോധമാണ് അവിടെ അർജുനന് വരേണ്ടത്. പക്ഷെ അർജുനൻ ശത്രുവിന്റെ ആ റോളിലേക്ക് 100% എത്താത്തതാണ് അർജുനന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഇപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്നെ കണക്ക് പഠിപ്പിച്ച ഒരു മാഷ്, അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ SLC പാസ്സായത്. അതുകൊണ്ടാണ് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് എന്തുണ്ട്? അത്രയും നന്നായിട്ട് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് കണക്കിന് മോശമായിട്ടുള്ള ഞാൻ ഈ നിലയിൽ എത്തിയത്. അദ്ദേഹത്തോടെ എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ ഈ ഒരു കാലത്ത് ഈ കണക്ക് മാഷ് എന്റെ അയൽവാസിയായിട്ട് വന്നിട്ട് എന്റെ സ്ഥലം കയ്യേറി തുടങ്ങുകയാണ് എന്ന് വിചാരിക്കും. അപ്പൊ എന്റെ സ്ഥലം ഈ കണക്ക് മാഷ് പിന്നീട് വന്നിട്ട് സ്ഥലം കയ്യേറി തുടങ്ങുമ്പോൾ പണ്ടത്തെ കടപ്പാടും, അയ്യോ എന്റെ കണക്ക് മാഷ് എന്നെ പഠിപ്പിച്ച ആളാണല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ സ്ഥലവും വീടും നഷ്ടപ്പെടും അല്ലെ? കറക്റ്റ് അല്ലേ സാർ? അപ്പൊ പണ്ടത്തെ മാഷൊക്കെ കാര്യം ശരി തന്നെ. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഒരു ശത്രുവിന്റെ റോളിലേക്ക് വരുമ്പോൾ അതനുസരിച്ചിട്ട് ഞാനും മാറാൻ ബാധ്യസ്ഥനാണ് അല്ലേ? കറക്റ്റ് അല്ലേ? ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.